ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. വൺ പീസിൻ്റെ ചാപ്റ്റർ 1146 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയാൽ നമുക്കൊന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അനബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കവർ സ്റ്റോറിയിൽ നമ്മുടെ യാമട്ടോനെ അതുപോലെ തന്നെ ഉൾട്ടീനെയാണ് കാണിക്കുന്നത്. ആ ഉൾട്ടി പറയുന്നത് നമ്മുടെ യാമട്ടോൻ്റെ കീഴിൽ വർക്ക് ചെയ്യണമെന്ന് നമ്മുടെ യാമട്ടോനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ തൊട്ടടുത്ത സീനിലായിട്ട് നമ്മുടെ ഗംഗു നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ മുന്നിൽ വരികയാണ്. അത് കണ്ടിട്ട് നമ്മുടെ ജീംബെ, നാമി അതുപോലെ തന്നെ നമ്മുടെ ഊസോപ്പ് ഇവരൊക്കെ ഷോക്കായി നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ തന്നെ ഗംഗുവിനോട് ചോദിക്കുന്നത് കാണാം, നീയാണോ കുട്ടികളുടെയൊക്കെ കിഡ്നാപ്പ് ചെയ്തത്? അതുപോലെ തന്നെ നീയാണോ നമ്മുടെ ഹ്യൂമൻ റെയിൻസ് എന്നുള്ള ഇൻട്രൂഡർ എന്ന്? അതുപോലെ തന്നെ നമ്മുടെ കാസലിൽ ഉണ്ടായിരുന്ന ഗാർഡിനെ അറ്റാക്ക് ചെയ്തത് നീയല്ലേ എന്ന് ചോദിക്കുന്നതായിട്ട് കാണാം. പക്ഷെങ്കിൽ നമ്മുടെ ഗംഗുവിനായിക്കോട്ടെ തന്നെ ഹ്യൂമൻ എന്ന് വിളിച്ചത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഗംഗു ചോദിക്കുന്നത് കാണാം, ആർ യു സൈഡ് ഹ്യൂമൻ? ഗംഗു പറയും ഞങ്ങൾ ഗോഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഊസാപ്പ് ചിന്തിക്കും, ഗോഡ്സ് അത് നമ്മുടെ എലിനെ പോലെ അതുപോലെ തന്നെ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പോലെയോ? അപ്പോൾ നാമി ചോദിക്കും, ഗോഡ്സിന് എന്താണ് കാര്യം എൽബാഫിലെ കുട്ടികളെ കൊണ്ടുവരുന്നത്? ഗംഗുവിനോടായിക്കോട്ടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരുടെ കൂട്ടുകാരാണ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഗംഗു തിരിച്ച് പറയും, സംസാരിക്കുമ്പോൾ വാക്കുകൾ നോക്കി ഉപയോഗിക്കണമെന്ന്. പിന്നെ തൊട്ടടുത്ത സിനിമയിൽ നമ്മുടെ സാഞ്ചിയും അതുപോലെ തന്നെ റിപ്ലി, നമ്മുടെ വേഗപ്പങ്ക് അതുപോലെ ബോണി ഇവരൊക്കെ നമ്മുടെ സിയൂസിൻ്റെ മോൺസ്റ്ററിന് നമ്മുടെ ഫ്രാങ്കി വൺ ഷോട്ട് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ തിരിഞ്ഞ് ഓടുന്നത് കാണാം. പിന്നെ വീണ്ടും സീൻ ഷിഫ്റ്റ് ആകാണ്. നമ്മുടെ ഗംഗു അതുപോലെ തന്നെ നാമിയുടെ അടുത്തൊക്കെ എത്തും. അപ്പോൾ നമ്മുടെ ഗംഗു നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നത് കാണാം, കുട്ടികളെ ഞാൻ മെറിജോയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് കണ്ട് നാമി സർപ്രൈസ് ആകുന്നുണ്ട്. അപ്പം നമ്മുടെ ജീംബയും അതുപോലെ തന്നെ നാമിയും അതുപോലെ തന്നെ നമ്മുടെ ഊസാപ്പും നമ്മുടെ ഇവിടെ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബ്രൂക്ക് പറയുന്നത്, ഇത് സെലസ്റ്റിയൽ ഡ്രാഗൺ ആകാൻ വഴിയില്ല, ഇത് അതിലും ഹയർ ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പം ബ്രൂക്ക് പറയുന്നത് കാണാം, നീ ഒരു ഗോഡ്സ് നൈറ്റ് അല്ലേ എന്ന്. ഇവിടെ എന്നെ ആശ്ചര്യപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീംബക്ക് പോലും അറിയാത്ത കാര്യം നമ്മുടെ ബ്രൂക്കിന് എങ്ങനെ അറിയാം? നമുക്കറിയാം ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ജീംബെ. പക്ഷേ ഈ ഹോളി നൈറ്റ്സിനെ കുറിച്ച് നമ്മുടെ ജീംബക്ക് ഒരു കാര്യം അറിയില്ല. എന്ന് വെച്ചെങ്കിൽ നമ്മുടെ ബ്രൂക്കിന് ഇതിനെക്കുറിച്ച് അറിയാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രൂക്കിൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്നാണ്. പക്ഷേ നമ്മുടെ ബ്രൂക്ക് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു സാധാരണ പാരറ്റ്സ് ഒന്നും നോക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് ബ്രൂക്കിൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതെന്തായാലും നമുക്ക് ഫ്യൂച്ചർ കാണാം. നമുക്ക് ചാപ്റ്ററിലേക്ക് തന്നെ പോകാം. പിന്നെ ഊസാപ്പ് ചോദിക്കുന്നത് കാണാം, നിനക്ക് കുട്ടികളെ സ്ലേവ്സ് ആക്കാൻ വേണ്ടിയിട്ടാണോ വേണ്ടതെന്ന്. പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗംഗു ഒന്നും പറയുന്നില്ല. അതിനുശേഷം നമ്മുടെ ഊസാപ്പിനെ നമ്മുടെ ഗംഗു അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട് നമ്മുടെ ഊസാപ്പ് സർപ്രൈസായി എങ്ങനെയൊക്കെയോ അതിനെ ഡോച്ച് ചെയ്യും. ഇത് കേട്ടതും നമ്മുടെ നാമി നമ്മുടെ ഗംഗുവിനെതിരെ സിയൂസിനെ വിളിച്ച് അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഊസാപ്പ് എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മുടെ എയറോയിൽ നിന്ന് ഓടുന്നതും കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ നാമി ഗംഗുവിനെതിരെ പുതിയൊരു അറ്റാക്ക് യൂസ് ചെയ്യണം. അറ്റാക്കിൻ്റെ പേര് തണ്ടർ ഷാർക്ക് എന്നാണ്. പക്ഷേങ്കിൽ ആ അറ്റാക്ക് ഗംഗു നമ്മുടെ നാമിയുടെ കമ്പനീൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗംഗു തിരിച്ചു വിടുന്നതായിട്ട് കാണാം. അത് കണ്ടതും നാമി ആകെ അങ്ങ് ഷോക്കായി പോകും. എല്ലാവരും ഇത് ആ അറ്റാക്ക് തിരിച്ച് നാമിക്ക് തന്നെ കൊണ്ടുവന്ന്, പക്ഷേ ആ അറ്റാക്ക് കൊണ്ടത് ബ്രൂക്കിനാണ്. പിന്നെ നമ്മുടെ ക്ലോവറിനെ അതുപോലെ തന്നെ നമ്മുടെ വേഗപ്പങ്കിനെ അതുപോലെ തന്നെ നമ്മുടെ റോബിൻ്റെ അമ്മേനെയും കാണിക്കുന്നത്. ഒലീവ എന്നാണ് അങ്ങനെ പേര്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവരെയൊക്കെ കുറിച്ച് ഗംഗു പറയുന്നുണ്ട്. ചില സെർട്ടൈൻ പേഴ്സൺസ് നമ്മുടെ വേൾഡ് സെഞ്ചുറിനെ കുറിച്ച് ഇതൊക്കെ മനസ്സിലാക്കി എന്നിട്ട് അവരുടെ നോളജ് അവർ വേൾഡുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്ത്. അപ്പോൾ തന്നെ നമ്മുടെ ഊസോപ്പ് തൻ്റെ വെപ്പൺ കയ്യിലെടുത്ത് നമ്മുടെ ഗംഗുവിനെതിരെ ഒരു പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യൂ. ആ അറ്റാക്ക് ഡയറക്റ്റ് ഹിറ്റായിരുന്നു. നമ്മുടെ ഗംഗുവിൻ്റെ തലയോ അതുപോലെ തന്നെ പകുതി ബോഡിയോളോ അങ്ങനെ തന്നെ ഇല്ലാതാക്കി. ഇത് കണ്ട് എല്ലാവരും സർപ്രൈസ് ആകാണ്. അത് കണ്ട് ഊസാപ്പ് തന്നെ മേടിച്ചു പോയി. പക്ഷേങ്കിൽ എല്ലാവരും ഇവിടെ ഷോക്കായി പോവുകയാണ് നമ്മുടെ ഗംഗു റീജനറേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്. ആ ഒരു അറ്റാക്ക് കിട്ടിയതോടെ നമ്മുടെ ഗംഗു വളരെ ദേഷ്യപ്പെടുകയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഊസാപ്പിന് നേരെ വീണ്ടും അറ്റാക്ക് ചെയ്യണം. പക്ഷേ നമ്മുടെ ഊസാപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ജീംബെ മുന്നോട്ടേക്ക് വരുന്നതായിട്ട് കാണാം. പക്ഷേങ്കിൽ ഇതൊന്നും അവിടെ വർക്കായില്ല. നമ്മുടെ ഗംഗു നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അതുപോലെ തന്നെ കുട്ടി ജാൻറ്റിനെ ഒരു ഒറ്റ അറ്റാക്ക് തന്നെ ഇല്ലാതാക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമ്മുടെ ഊസാപ്പിൻ്റെ മുഖത്ത് തന്നെ നമ്മുടെ ഗംഗു തൻ്റെ കാല് കൊണ്ട് ഒരു ചവിട്ട് കൊടുക്കുന്നതും കാണാം. പിന്നെ സീന് ഷിഫ്റ്റ് ആകുകയാണ്. പിന്നെ കില്ലിംഗ് ഹാമിനെ അതുപോലെ തന്നെ നമ്മുടെ സമ്മേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സമ്മേഴ്സ് എല്ലാം റെഡിയാണെന്ന് നമ്മുടെ കില്ലിംഗ് ഹാമിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെ നമ്മുടെ എൽബാഫിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മുടെ ഗംഗു പറയുന്നതായിട്ടും കാണാം. പിന്നെ തൊട്ടടുത്ത സീനിൽ നമ്മുടെ കില്ലിംഗ് ഹാമിനെ കാണിക്കുന്നത് ഒരു സ്നേഹിലുമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ അടുത്തായിക്കോട്ടെ ഒരുപാട് ജയൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും കിടക്കുന്നതായിട്ട് കാണാം. നമ്മുടെ കില്ലിംഗ് ഹാം ഡിഫീറ്റ് ചെയ്തതാണ്. അവിടെ നിന്ന് നമ്മുടെ കില്ലിംഗ് ഹാം സംസാരിക്കുന്നത് നമ്മുടെ സമ്മേഴ്സിനോടാണ്. ഇവരെന്തോ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകാണ്. സമ്മേഴ്സ് കില്ലിംഗ് ഹാമിനോട് പറയുന്നത് കാണാം, എൽബാഫിന് മുഴുവൻ ഇപ്പോൾ നിന്നെ കേൾക്കാൻ പറ്റും. അതിനുശേഷം സമ്മേഴ്സിൻ്റെ അടുത്തിലേക്ക് നമ്മുടെ സീന് ഷിഫ്റ്റ് ആകുകയാണ്. അവിടെ നമ്മുടെ സോളിനെ കാണാം ഹെവിലി ഇഞ്ചേർഡ് ആയിട്ട്. പക്ഷേ സോള് അവിടെ വീണിട്ടില്ല. ഇപ്പോൾ എന്തായാലും വീഴോ. അതിന് മുമ്പായിട്ട് നമ്മുടെ സോള് നമ്മുടെ ചോപ്പറിനോടും റോബിനോടും പറയുന്നത് കാണാം, എൻ്റെ മുടിയിലെ ബേക്കിൽ നിങ്ങളിപ്പോൾ ഹൈഡ് ചെയ്തു എന്ന്. നമുക്കറിയാം ഇപ്പം നമ്മുടെ റോബിനും അതുപോലെ തന്നെ ചോപ്പറും പുറത്ത് വരികയാണെങ്കിൽ നമ്മളെ സമ്മേഴ്സിനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സമ്മേഴ്സ് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോബിന് ചോപ്പറിന് ഇവിടെ ഹൈഡ് ചെയ്യാതെ ഒരു വഴിയുമില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ സോളിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ റോബിന് നല്ലോണം കരയാൻ തോന്നുന്നുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതോടുകൂടിയാണ് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആകുന്നത്. ഇനി അടുത്ത ആഴ്ച ബ്രേക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു ചാപ്റ്റർ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് ബെല്ലൈക്കൻ അനബിൾ ചെയ്യുക, ഓൺ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. മറ്റൊരു കാണുന്നത് ബൈ ബൈ.